വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വം ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ. വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും. നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ പുതിയ കാലത്തിന്റെ ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കാൻ ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ. 2 വയസ്സുകാരിയുടെ മരണം പിതാവ് മർദ്ദിച്ചു കൊലപ്പെടുത്തിയതെന്ന പരാതിയുമായി മാതാവും ബന്ധുക്കളും. കാളികാവ് ഉദരംപൊയിലാണ് 2 വയസ്സുകാരിയായ ഫാത്തിമ നസ്രിൻ മരിച്ചത്. പിതാവ് മുഹമ്മദ് ഫായിസ് മർദ്ദിച്ചിരുന്നതായി മാതാവും ബന്ധുക്കളും ആരോപിച്ചു. ഇന്നലെ അവര് വിളിച്ച് ഫോൺ ചെയ്ത് ഞാൻ അച്ഛൻ്റെ എടുത്തേക്ക് ഒന്ന് കട്ടാക്കി. പിന്നെ ഞാൻ തിരിച്ചടിച്ച് പോകാൻ പറഞ്ഞ് കുട്ടി മരിച്ചിക്കണ്, എന്താ സംഭവിച്ചു വെച്ച്. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഇപ്പം നമ്മൾ അത് ന്യൂസ് കൊടുത്ത മാതിരി ഇങ്ങനെ കൊല്ലി കുടുങ്ങിയതാന്ന് പറഞ്ഞു. എൻ്റെ കുട്ടിക്ക് കൊല്ലി കുടുങ്ങിയിട്ടില്ല, എൻ്റെ കുട്ടിക്ക് ഒരു അസുഖമല്ല, ഇഞ്ച് കൊന്നതന്നെ ഈ കറഞ്ഞ കുട്ടീനെ ഇഞ്ച് പറഞ്ഞിട്ടല്ല ഇവിടുന്ന് കൊണ്ടുപോയത് പറഞ്ഞു. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞത്. അപ്പോൾ സമയത്ത് കുട്ടി ഇവിടെ മുന്നിൽ വെച്ചിട്ടാണ് കുട്ടീനെ കൊന്നത്. കുട്ടീനെ അലമാറമ്മക്ക് കുന്തിയിട്ടും കട്ടിലമ്മക്ക് എറിഞ്ഞിട്ടും അടിച്ചിട്ടും കുത്തിയിട്ടും കൊല്ലി പിടിച്ച് ഞെക്കിങ്ങാണ്ടൊക്കെ കൊന്നിക്കണത്. ഓൻ്റെ ഇമ്മയും പെങ്ങളും അളിയനും നോക്കി നിൽക്കണം അവിടെ. കുട്ടി പറഞ്ഞു എന്നോട് ഞങ്ങളൊന്ന് മരിച്ചിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയത് നിംസിക്ക്. ദേഹത്ത് കരുവാളിച്ച പാടുകളുണ്ട്. ഇന്നലെ വൈകിട്ട് 4-ന് വണ്ടൂരിലെ നിംസ് ആശുപത്രിയിലാണ് കുഞ്ഞിനെ എത്തിച്ചത്. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയെന്നാണ് ഡോക്ടർമാരോട് പറഞ്ഞത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കാരണം വ്യക്തമാക്കൂ എന്ന് പോലീസ് പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി. ലനോറ, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ.